Hello everyone, welcome back to my channel. കുറേ ആയില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഹാനി ഹയറി നല്ല ഉറക്കത്തിലാണ്. ഇന്നലെയൊന്നും ഇവിടെ മഴയേ ഇല്ലായിരുന്നേ, നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കാർമേഘമൊക്കെ നന്നായിട്ട് മൂടി കിടപ്പുണ്ട്. കുറേ കഴിയുമ്പോൾ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. 9 മണി കഴിഞ്ഞിട്ടും വെയിലൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ നോർമലി വെയിൽ വരാനുള്ളതാണ്, രാവിലത്തെ ഒരു ചെറിയ വെയിലെങ്കിലും. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വന്നിട്ടില്ല, മഴ പെയ്യുമെന്നാണ് തോന്നണത്. ഞാൻ ഒന്ന് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മത്തെ കൊഴുക്കട്ടയ്ക്കുള്ള മാവൊക്കെ സെറ്റാക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കും. അപ്പോഴേക്കും ഉമ്മ ഇന്നലെ കഴുകി വെച്ചിരുന്ന തുണികൾ പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എടുത്ത് വിരിക്കാൻ പറഞ്ഞ്. ഹാനിയുടെ ഹയറേറെ തുണികളൊക്കെ ഉമ്മ തന്നെ കഴുകാറുണ്ട്, ഞാൻ എടുത്ത് വിരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ചെറിയൊരു വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പുറത്ത് വിരിക്കാമെന്ന് വിചാരിച്ചത്. എനിക്കിങ്ങനെ പിഴിഞ്ഞ് വിരിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ചുമ്മാ തന്നെ എടുത്ത് അങ്ങ് വിരിക്കാറുണ്ട് നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ. പക്ഷേ ഉമ്മ വന്ന് കാണുകയാണെങ്കിൽ എനിക്ക് വഴക്ക് പറയും, പെട്ടെന്ന് ഉണങ്ങണ്ടേ, കുട്ടികളുടെ ഡ്രസ്സൊക്കെ അല്ലേ എന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യും. പിന്നെ വന്നപ്പോൾ ഇതാ ബെഡിലും കുറേ ഹാനിയുടെ ഹെയറിലും തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ കഴുകി തന്നെ ഉണക്കിയിട്ട് ശേഷം ബെഡിൽ കൊണ്ടിടും. ഞാനാണ് ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം. അങ്ങനെ അതും രാവിലെ ചെയ്യാൻ വിചാരിച്ച്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇതാ ഹാനി ഹെയറെ നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് ഇതാ കൊഴുക്കട്ട തിളയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഉരുളകളാക്കിയാണ് എടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇതാ വന്നിരിപ്പുണ്ട്. കൊഴുക്കട്ടയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഹാനിക്ക് ഇത് നല്ല ഇഷ്ടമാണ്, പക്ഷേ എപ്പോഴും കഴിക്കാറില്ല. അവളെ ഫുഡ് രീതിയൊക്കെ അവൾക്ക് തോന്നുമ്പോഴേ അവൾ കഴിക്കാറുള്ളൂ. പക്ഷേ ഇത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇതാ വാപ്പ വന്നപ്പോൾ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇലയുടെ ടേസ്റ്റൊക്കെ ഇതിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് മുതലേ ഉമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇല കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ രാവിലെ തന്നെ ഞാൻ അതെടുത്ത് കഴിക്കാൻ വിചാരിച്ചു. വാപ്പയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വാപ്പ ഇത് എവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. ഹയറമോള് കണ്ടില്ലേ, നല്ല ഉറക്കത്തിലാണ്. ചെറിയ ചിരിയൊക്കെ തന്നിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോഴേക്കും ഇതാ എൻ്റെ ഹാനിയമ്മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഹാനിയമ്മക്ക് ആദ്യം തന്നെ ഇതാ കൊഴുക്കട്ട കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം കുടിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് അവൾ കോരി കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് പീസുകളാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ അത് ഉരുളയെ അവൾ കഴിക്കാറുണ്ട്. അങ്ങനെ അത് കഴിക്കുന്നതാണ്. ഇത് സൂപ്പർ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ. പിന്നെ അവളിതാ കുഞ്ഞായ വിളിക്കുന്നതാണ്. പിന്നെ മെയിനിത് അവിടെ നിന്ന് വെയിറ്റ് നോക്കുന്ന മെഷീൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് വെയിറ്റ് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രഗ്നൻസി ആയതിനു ശേഷം ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹാനിയൊരു കളിക്കുന്ന ടൈമാണ്. അങ്ങനെ അവളെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ട്. പക്ഷേ അവൾ കൂടെ ആരെങ്കിലും തന്നെ വേണം. അപ്പോൾ എന്നെയും കൂടെ വിളിച്ച് പുറത്തിരുത്തിയിട്ട് അവൾ പുറത്ത് ഇറങ്ങാറുള്ളൂ. ഒറ്റയ്ക്ക് അങ്ങനെ അവൾ ഇറങ്ങാറില്ല. അങ്ങനെ ഞാനും അവളും കൂടെ ഇതാ പുറത്തിരുന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ട്. ഹാനി എഴുന്നേറ്റിട്ട് അവളെ ജോലി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ തുണികളും വാരി ഇതാ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ചിരിക്ക്, ഒരു ഹായ് പറയും, ഡാൻസ് കളിച്ചൊടുക്കി. ഇതാ കണ്ടില്ലേ, എവിടെയെങ്കിലുമൊക്കെ ഹാനിയുടെ ഹെയറേലും ഡ്രസ്സോ ടവലോ ഒക്കെ കിടന്നാൽ ഇതുപോലെ അവൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇതാ അവളുടെ ഡ്രസ്സ് തന്നെ അവളിങ്ങനെ കവറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതാണ്. ഞാൻ എവിടെ എടുത്ത് വെച്ചാലും ഇത് തന്നെ അവസ്ഥ. അപ്പോഴേക്കും ഇതാ എൻ്റെ ഹയറമ്മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവളിതാ പകുതി ഉറക്കവും പകുതി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂവേ. ഇനി വേണം അവളെ എടുത്ത് കുളിപ്പിക്കാനായിട്ട്. രാവിലെ ഒരു 10 മണി 10:30 ആകുമ്പോൾ അവൾ എഴുന്നേൽക്കുക. അതുവരെ അവൾ നന്ന സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഇതാ എഴുന്നേറ്റ് വന്നതാണ്. പിന്നെ കളിയാണ് കുറച്ച് നേരം. ഇങ്ങനെ കിടന്ന് നമ്മളോടെയൊക്കെ കാര്യം പറയും. അവളുടെ അടുത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. താത്ത എവിടെ? താത്ത എവിടെ? എവിടെ പോയി താത്ത? താത്ത അടിച്ച മക്കളാ തന്നെ. എന്ത് ചിരി ഇത്! പിന്നെ ഇതുപോലെ ഹയറമ്മളെ കുളിപ്പിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ച് കിടത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കിടക്കും, പിന്നെയും അവൾ പെട്ടെന്ന് കരയും. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയാക്കി അടുത്ത ഉറക്കമാണ് അവളെ.
അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. ഹാനിക റെഡിയായി നിന്നിട്ട് എന്നെ വിളിക്കുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അമ്മോട്ടെ പറഞ്ഞ് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, എൻ്റെ അനിയത്തി കോളേജിൽ പോയിരുന്ന ടൈമിന് അവിടെ ഒരു 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടും. നമ്മൾ മുമ്പേ ഉള്ളതാണ്, നമ്മൾ മുമ്പൊക്കെ അവിടെ നിന്ന് വാങ്ങുമായിരുന്നു, ഇപ്പോൾ കുറേ നാളായി വാങ്ങിയിട്ട്. അപ്പോൾ അവൾ പോയി ഇന്ന് കഴിച്ചിട്ട് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അമ്മോട്ടെ പറഞ്ഞ് അമ്മ ഒന്നും വേവിക്കണ്ട, നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തി ഹാരിയും കൂടെ ആയിട്ട് അത് വാങ്ങാനായിട്ട് പോകുന്നതാണ്. നല്ല ഉച്ച സമയമായിരുന്നു ഈ സമയത്ത്, അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അവിടുത്തെ KFC ആണ്. ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. നമ്മൾ കൂടുതൽ കേക്ക് വേൾഡിലാണ് പോവാറുള്ളത്. നല്ല ഫുഡാണ് ഇവർ തരുന്നത്, അതുപോലെ തന്നെ നല്ല വൃത്തിയും എല്ലാം ഉണ്ട്. പേഴ്സണലായിട്ട് നമുക്കിവരെ അറിയാം, അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ കുറേ നാളായതുകൊണ്ട് ഇവിടെ വന്നിന്ന് വാങ്ങാൻ വിചാരിച്ച് വന്നതാണ്. അങ്ങനെ നമ്മളിതാ 3 ബിരിയാണി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർ കൊണ്ടുവന്നിട്ട് നമുക്കിങ്ങനെ കവറിലാക്കി തരുന്നതാണ്, ബോക്സിലാക്കി. ഞാനും ഹാനിയും കൂടെ ഇതാ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഹാനിയും എന്താണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ, അവളെന്താ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. വന്നപ്പോൾ ബോയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ അങ്ങ് പോയി. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ വന്നത് രാമചന്ദ്രനിലേക്കാണ്. ഇവിടെ കയറിയപ്പോൾ തന്നെ അത് സ്ലൈസിൻ്റെ കുറേ കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. കാണുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷേ കുടിക്കുമ്പോൾ ഭയങ്കര മധുരമാണല്ലേ, എപ്പോഴും കുടിക്കാൻ പറ്റൂല. ഇവിടെ നമ്മൾ വന്നത്, ഇവിടെ കിഡ്സിൻ്റെ സെക്ഷൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. ആദ്യം ഇവിടെ ഫുഡ് കോർട്ടായിരുന്നു, ഇപ്പോൾ അത് കിഡ്സിൻ്റെ സെക്ഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാനായിട്ടാണ് നമ്മൾ വന്നത്. ഹാനി ആദ്യം തന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൊള്ളാവോ എന്ന്. അവൾക്ക് സ്റ്റൈലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഹാനിക്കും ഹയറൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്. പുറകിലോട്ടൊക്കെ പല പല മോഡലുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അവസാനം നോക്കി ഞാൻ ഹയറയ്ക്ക് മാത്രം ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ളതുകൊണ്ട് അതെടുത്തിട്ട് നമ്മളിതാ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ പീസായിരുന്നാലും 2 പീസ്, നോർമലി ചിക്കൻ ബിരിയാണിയിലുള്ള 2 പീസ് ചിക്കനും കാണും. ഭയങ്കര ടേസ്റ്റും, നമ്മൾ വീട്ടിലൊക്കെ വെക്കണം ബിരിയാണി പോലെ ഇരിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് അകത്തേക്ക് പോയി കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞ് മഴ പെയ്യും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണികൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ വിരിച്ച ഹാനിയുടെ ഹെയറും തുണികളൊക്കെ ഞാൻ അങ്ങ് എടുത്തേ. അപ്പോഴേക്കും ഇതെൻ്റെ ഹെയർ മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായ പിന്നെ ഭയങ്കര ക്രേവിങ്സ് ആണ്. അങ്ങനെ വാപ്പാരോട് പറഞ്ഞ് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എപ്പോഴും വാങ്ങുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടികളാണ് ഇതിലുള്ളത്. ഹയറെ ഞാൻ അടുത്ത് കിടത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇപ്പം ആണെങ്കിൽ നമുക്ക് കിടത്താൻ പറ്റും, പിന്നീടായി അവിടെ നടക്കുകയും എഴുതുകയൊക്കെ ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉഴുന്നുവടയും പരിപ്പ് വടയും വാഴയ്ക്കൊപ്പം ബജ്ജി, ഉള്ളിവട, ഇതൊക്കെയായിരുന്നു. ഇത് ചെറിയതായിരുന്നെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഒരു അഡിക്ഷൻ തന്നെയാണെന്ന് പറയാം. ഹാനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം ഉഴുന്നുവടയാണ്, അതുകൊണ്ട് തന്നെ അവൾ ആദ്യമേ എടുത്ത് ഉഴുന്നുവട കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങി വന്നതിൻ്റെ ക്ഷീണമാണ് ഇത്. പിന്നെ ഇത് കിട്ടുമ്പോൾ എനിക്കൊരു ചായ വേണം. അങ്ങനെ ഉമ്മാരുടെ അടുത്ത് ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ചായയും കൂടെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ബജ്ജിയും കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അനിയത്തി എന്തോ പരിപാടി ചെയ്യുന്നതാണ്. കറ്റാർ വാഴ അവളിതാ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും മിക്സിയിലെടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആവുമെന്ന് അവൾ പറയും. അങ്ങനെയാണ് ഇതിലെടുത്തത്. എന്നിട്ട് ഇതിൽ ഒഴിക്കുന്ന ഓയിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചപ്പോൾ അവൾ തന്നെ മിശ്രിതം ഉണ്ടാക്കിയ ഒരു ഓയിലും പിന്നെ ആവണക്കെണ്ണയും കൂടെയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ അവളുണ്ടാക്കുന്ന ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എൻ്റെ മുടിക്കൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞാക്കും അത് കൊടുത്തപ്പോൾ നന്നായിട്ട് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പ വന്നപ്പോൾ ഇത് റംബുത്താൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞ റംബുത്താനായിരുന്നു. എങ്ങനെയാണെന്ന് ടേസ്റ്റ് അറിയാനായിരുന്നു ആദ്യത്തെ ആകാംക്ഷ. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു പുളിപ്പ ഒന്നുമില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുറമെ നല്ല മഞ്ഞ കളറാണ്. എൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ മതി. ഹാനി ഇതുപോലെ കയറിയതിന് ശേഷം ടേബിളിൻ്റെ പുറത്ത് കയറിയിട്ട് സ്റ്റെപ്പിൽ കയറാനുള്ള പരിപാടിയാണ്. സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചുകൊണ്ട് അവർക്ക് കയറാൻ പറ്റൂല. എന്നിട്ട് എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് ഇത്. അപ്പോഴേക്ക് പഴക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ബുക്കും പെന്നൊക്കെ കൊടുത്തിട്ട് അവളെ ഇരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വരച്ച് കുറിച്ച് അങ്ങ് ഇരുന്നോളും. പിന്നെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മത നല്ലതായിട്ട് ചൂരക്കറി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വന്ന് ഹാനിക്ക് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഹാനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇടയ്ക്കൊക്കെ പിന്നെ കഴിക്കുമായിരുന്നു, ഇപ്പോൾ വീണ്ടും വീണ്ടും മടി കൂടി വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ അവൾക്ക് കൊടുത്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും ഉമ്മത മീൻ പൊരിച്ചതും ചൂരക്കറിയും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മരിച്ചിനിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് 3 കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് രാത്രി ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുട്ടാണ് കഴിച്ചത്. ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.